നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. കടുത്ത അതൃപ്തിയും അവഗണനയും ഒക്കെ തന്നെ ഇത്രയും കാലം സഹിച്ചും ക്ഷമിച്ചു നിന്ന തരൂർ ഏറ്റവും ഒടുവിൽ ആ ബോംബ് പൊട്ടിച്ചത് തൻ്റെ അമർഷം മുഴുവൻ ഏവരെയും അറിയിച്ചുകൊണ്ട് പുറത്തു വന്നതിന് പിന്നിൽ കൃത്യമായ ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ടായിരുന്നുവെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരടക്കം പറയുന്നത്. നേതൃത്വത്തിനെ ആകെ, ദേശീയ നേതൃത്വത്തിനെ പോലും വെട്ടിലാക്കിക്കൊണ്ടാണ് തരൂർ ഒരഭിമുഖം പുറത്തുവിട്ടിരിക്കുന്നത്, നൽകിയിരിക്കുന്നത്. നേരത്തെ തന്നെ നൽകിയ അഭിമുഖമാണെങ്കിൽ പോലും തരൂർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അത് ശരിയല്ലേ എന്നാണ് ഏവരും ചോദിക്കുന്നത്. ഈ സാഹചര്യത്തിൽ തരൂരിന് വേണ്ടി ഗേറ്റ് തുറന്നിട്ടിരിക്കുന്നു CPM-ഉം അതുപോലെ തന്നെ BJP-യും. രാഷ്ട്രീയ പ്രവേശനം ഉടൻ തന്നെ ഉണ്ടാകണമെന്നുള്ള ആഗ്രഹം തന്നെയാണ് നേരിട്ടുള്ള ക്ഷണത്തിലൂടെ CPM നേതാക്കൾ ഇപ്പോൾ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. മറുഭാഗത്ത് തരൂരിൻ്റെ സാധ്യത അത് ദേശീയ രാഷ്ട്രീയത്തിലാണ്. കേരളത്തിൽ നിന്നുകൊണ്ട് മാത്രം തരൂരിന് പ്രത്യേകിച്ച് ഒന്നും തന്നെ നേടാനായി സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് BJP വലിയൊരു സ്വാഗതം അരുളുന്നത്. കേന്ദ്ര മന്ത്രിസ്ഥാനം പോലും തരൂരിന് വാഗ്ദാനമായി ലഭിക്കുമെന്നുള്ളതാണ് ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്. കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിത്വത്തിൽ കുറഞ്ഞ് മറ്റൊന്നും തന്നെ തരൂർ അർഹിക്കുന്നില്ല. അതിൽ കുറഞ്ഞതൊന്നും തരൂരിന് വേണ്ടാൻ താനും. അതുകൊണ്ട് തന്നെയാണ് ഈ അതൃപ്തി ഇപ്പോൾ പരസ്യമാക്കിയിരിക്കുന്നത്. തന്നെ നേതൃസ്ഥാനത്ത് നിർത്തി തന്നെ നേതൃനിരയിലേക്ക് എത്തിച്ച് ഒരു ക്യാമ്പയിൻ നടത്തി പാർട്ടി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോയാൽ ഉറപ്പായും അടുത്ത ടൈമിൽ വിജയിക്കാൻ സാധിക്കുമെന്ന സൂചന തരൂർ കോൺഗ്രസിന് നൽകുന്നത്, നേതൃത്വത്തിന് നൽകുന്നത് വലിയൊരു തിരിച്ചടിയായി തന്നെയാണ്. പാർട്ടിക്ക് തന്നെ വേണമെങ്കിൽ മറ്റു വഴികൾ ഉണ്ടെന്ന് തരൂർ പറയുമ്പോൾ അത് പ്രസംഗിക്കാനോ പുസ്തകം എഴുതാനോ അല്ല, മറ്റൊരു തരത്തിലുള്ള രാഷ്ട്രീയ പ്രവേശനമായി തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾക്ക് മനസ്സിലായിട്ടുള്ളത്. മുഴുനീള മാറ്റം കൊണ്ടുവരാനായി തൻ്റെ ഒരൊറ്റ ഉത്തരവാദിത്തം എന്ന രീതിയിൽ മുന്നോട്ട് പ്രവർത്തിക്കാൻ ഒരിക്കലും കുടുംബാധിപത്യ പാർട്ടിയിൽ സാധിക്കില്ല എന്ന് തരൂർ മനസ്സിലാക്കുന്നു. അതുകൊണ്ടുകൂടി തന്നെയാണ് ഇക്കാര്യം പറഞ്ഞു വെക്കുന്നത്. കേരളത്തിലെ നേതൃത്വം ഒട്ടും തന്നെ പോരാ എന്ന് തരൂർ തുറന്നു പറയുമ്പോൾ ദേശീയ തലത്തിൽ പോലും അതിന് പിടിപ്പില്ല എന്ന രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തെ തന്നെയാണ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാർട്ടിയിലെ അവഗണനയും നേരിട്ടുകൊണ്ടിരിക്കുന്ന അസ്വസ്ഥതയും വേർതിരിവും ഒക്കെ തന്നെ തരൂർ തുറന്നു പറയുകയാണ്. ഇനി കോൺഗ്രസ് വിടേണ്ടി വന്നാലും തരൂർ ഒന്നുകൊണ്ടും പേടിക്കേണ്ട എന്നാണ് CPM കേന്ദ്ര കമ്മിറ്റി അംഗം തോമസ് ഐസക് പറയുന്നത്. കേരള രാഷ്ട്രീയത്തിൽ തരൂർ ഒഴിച്ചുകൂടാനാകാത്ത സാന്നിധ്യമായി ഉണ്ടാകുമെന്ന ഉറപ്പാണ് ഐസക് നൽകുന്നത്. ഇത്രയും കാലം കോൺഗ്രസിൽ തരൂർ എന്തൊക്കെ ചെയ്തോ, തരൂർ എന്തൊക്കെ പ്രവർത്തിച്ചോ അതൊക്കെ അത്ഭുതമായിരുന്നുവെന്നാണ് ഐസക്കിൻ്റെ വാദം. ശശി തരൂരിന് പാർട്ടിയിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച് കൂടെ നിർത്തുമെന്ന് കോൺഗ്രസ് നേതാവ് K മുരളീധരൻ പറഞ്ഞു വെച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രസ്താവന കൂടി പുറത്തു വന്നിരിക്കുന്നത്. സത്യം തുറന്നു പറയാൻ പറ്റാത്ത അവസ്ഥ കോൺഗ്രസിലുണ്ടെങ്കിൽ ശശി തരൂർ വേറെ വഴി നോക്കുന്നതിലൊന്നും തന്നെ അത്ഭുതമില്ല. കോൺഗ്രസ് വിട്ടതുകൊണ്ട് അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ ഒന്നുമല്ലാതായി പോകില്ല. അദ്ദേഹത്തിന് വേണ്ട രീതിയിലുള്ള രാഷ്ട്രീയ അഭയം നൽകാൻ CPM തയ്യാറാണെന്നാണ് പറയുന്നത്. കോൺഗ്രസിൽ നിന്ന് വിട്ടുവന്ന നിരവധി ആളുകളെ CPM സ്വീകരിച്ച ചരിത്രവും ഇതോടൊപ്പം തന്നെ പറയുന്നു. തരൂർ അദ്ദേഹത്തിൻ്റെ നിലപാട് പറയട്ടെ, അദ്ദേഹത്തിൻ്റെ വായിൽ ഞങ്ങളുടെ വാക്കുകൾ തിരികെ കയറ്റാനില്ല എന്നാണ് തോമസ് ഐസക് പറയുന്നത്. തരൂരിനെ ഒപ്പം നിർത്താൻ ആരും പാർട്ടിയിൽ നിന്നും പുറത്തു പോകാതിരിക്കാനുള്ള നീക്കം വേണമെന്നാണ് ഇതിലൂടെ K മുരളീധരൻ നിലപാട് കടുപ്പിച്ചത്. ദേശീയ രാഷ്ട്രീയത്തിൽ ഒരുപാട് ശോഭിക്കാൻ കഴിയുന്ന തരൂരിനെ അകറ്റി നിർത്തുന്നത് ഉചിതമല്ല എന്നുള്ള താക്കീത് നൽകുന്നു. പാർലമെന്റിലെ ചർച്ചകളിൽ കൂടുതലായി സംഭാവന ചെയ്യാൻ കഴിയുന്നത് അദ്ദേഹത്തിന് തന്നെയാണ്. അങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് പാർട്ടി പ്രയോജനപ്പെടുത്തണമെന്ന മുന്നറിയിപ്പ് മുരളീധരൻ നേതൃത്വത്തിന് നൽകുകയാണ്. മുരളീധരനും അതുപോലെ തന്നെ ശശി തരൂരും സമാനമായ രീതിയിലുള്ള നിലപാടുകൾ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ പ്രകടിപ്പിച്ചിട്ടുള്ളവരാണ്. സംസ്ഥാന കോൺഗ്രസിൽ മുഖ്യമന്ത്രി ചർച്ച തുടങ്ങിയത് മുതൽ തന്നെ കടുത്ത വെല്ലുവിളി ഉയരുകയാണ്. 2026 മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ കണ്ടുപിടിക്കാനുള്ള വലിയ നെട്ടോട്ടത്തിലാണ് കോൺഗ്രസ് നേതാക്കൾ. അതിന് തിരികൊളുത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയനും ഒരു പരിധിവരെ സാധിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പാർട്ടിയെ നയിക്കാൻ കോൺഗ്രസ്സുകാരുടെ പിന്തുണ മാത്രം പോരാ എന്നാണ് ഇതിലൂടെ പറയുന്നത്. അതിന് മറ്റ് ചില കാരണങ്ങൾ കൂടി വേണം. പല സർവേകളിലൂടെയും പല ഏജൻസികളുടെ അഭിപ്രായ സർവേകളിലൂടെയും ഒക്കെ തന്നെ താൻ എന്തുകൊണ്ടും യോഗ്യനാണെന്നുള്ളത് ജനങ്ങൾ തന്നെ പറയുന്നു. അതെന്തുകൊണ്ട് നേതൃത്വത്തിന് മനസ്സിലാകുന്നില്ല? ഈ ചോദ്യമാണ് നേതൃത്വത്തെ വിറളി പിടിപ്പിക്കുന്നത്. അഭിപ്രായ സർവേകളെ മുന്നോട്ട് വെച്ച് അദ്ദേഹം കൃത്യമായി മുന്നോട്ട് നീങ്ങുന്നു. നേതൃത്വ പ്രതിസന്ധി തന്നെയാണ് നിലവിൽ കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി, ഏറ്റവും വലിയ ശാപം. അതിൽ നിന്നും ശാപമോക്ഷം ലഭിക്കാൻ വേണ്ടി തന്നെ ഉപയോഗപ്പെടുത്തണമെന്നാണ് തരൂർ ആവശ്യപ്പെടുന്നത്. എന്ത് ലക്ഷ്യമാണ് തനിക്ക് മുന്നിലുള്ളത്, എന്താണ് തൻ്റെ ഉദ്ദേശം എന്നുള്ളത് കോൺഗ്രസ് നേതാക്കൾക്ക് മുന്നിൽ വ്യക്തമായി തന്നെ തരൂർ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഖാർഗെക്കെതിരെയുള്ള മത്സരത്തിൽ പോലും തരൂർ മുന്നിട്ടിറങ്ങി അവർക്കൊരു സൂചന നൽകിയത്.
എന്നിട്ട് പോലും എന്തുകൊണ്ട് ഈ നേതൃത്വത്തിന് ഇതൊന്നും തന്നെ മനസ്സിലാകുന്നില്ല എന്നുള്ള ചോദ്യമാണ് തരൂർ ഉയർത്തുന്നത്. ഇപ്പോൾ തന്നെ മുഖ്യമന്ത്രിയാകാൻ ആശിച്ചുകൊണ്ട് ഒന്നിലധികം കോൺഗ്രസ് നേതാക്കൾ കോൺഗ്രസിനുള്ളിൽ തന്നെ ഉള്ളപ്പോഴാണ് തരൂർ ഇങ്ങനെ ഒരു വെടി പൊട്ടിച്ചിരിക്കുന്നത്. പ്രവർത്തക സമിതി അംഗമെന്ന നിലയിൽ അതിനപ്പുറത്തേക്ക് മറ്റൊരു പരിപാടിയിലേക്കും പാർട്ടി നേതൃത്വമോ പാർട്ടിയോ തന്നെ അടുപ്പിക്കുന്നില്ല എന്നുള്ള ഒരു പരിഭവം അദ്ദേഹം തന്നെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ദേശീയ തലത്തിൽ 19% വോട്ട് വിഹിതം അത് 26% കോൺഗ്രസിന് എത്തിക്കാൻ സാധിക്കണം. അതല്ലാതെ കോൺഗ്രസിന് രക്ഷയില്ല, നിക്കക്കള്ളിയില്ല എന്നുള്ളത് തുറന്നു പറയുന്നു തരൂർ. തരൂരിൻ്റെ ആരോപണങ്ങളെ പൂർണ്ണമായും AICC തള്ളിക്കളയുന്നു. കേന്ദ്രമന്ത്രി പദവി, വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെ അധ്യക്ഷ സ്ഥാനം തുടങ്ങിയ ചുമതലകൾ ഏൽപ്പിച്ച കാര്യം തുറന്നു പറയുന്ന നേതൃത്വം അധ്യക്ഷ പദവിയിലേക്ക് മത്സരിക്കാൻ പ്രൊഫഷണൽ കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം തരൂർ സ്വമേധയാ രാജിവെച്ചതാണെന്നാണ് പറയുന്നത്. തരൂരിന് വേണ്ട വിധത്തിലുള്ള സ്ഥാനമാനങ്ങൾ നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് 4 ടേമുകളിലായി അദ്ദേഹം MP ആയി തുടരുന്നതെന്നാണ് രമേശ് ചെന്നിത്തല അടക്കം ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. അവഗണന എന്ന് പറയുന്നത് അദ്ദേഹത്തിന് മാത്രം തോന്നുന്ന ഒരു വിഷയമായിട്ടാണ് കോൺഗ്രസ് നേതാക്കളൊക്കെ ഇതിനെ ചൂണ്ടിക്കാട്ടുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.